ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഗേന്ദ്രനാണ് ഈ ജ്വല്ലറിക്ക് പിന്നിലെന്നുള്ള കാര്യം നമ്മുടെ കിരണും കല്യാണിയും കൂടെ കണ്ടെത്തുകയാണ് കേട്ടോ. എന്നാൽ നന്ദുവാണ് ഇതിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് ഗ്രീനെ കണ്ടുപിടിക്കുന്നതൊക്കെ. അങ്ങനെ കിരണും കല്യാണിയും ജ്വല്ലറിയിൽ കയറി പറ്റുകയും അതുപോലെ ഡേവിഡുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ഡേവിഡിൽ നിന്നാണ് അവർ ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്. എന്താണെന്നും ഈ ജ്വല്ലറിക്ക് പിന്നിൽ നാഗേന്ദ്ര എന്നുള്ള ഒരാളാണെന്നും അയാൾ ദുബായ് ബേസ്ഡ് ആണെന്നും അവിടെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും പണമൊക്കെ ഉണ്ടാക്കിയതെന്നും ഒക്കെ നമ്മുടെ കിരണും കല്യാണിയും കണ്ടെത്തുകയാണ്. അത് ആദർശിനെ അറിയിക്കുകയൊക്കെ ചെയ്യാണ്. ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന അനന്തപുരിയുടെ പടി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നയന പറയുന്നുണ്ട് ചന്തുമോളോട്, ചന്തുമോൾ അവിടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോരുവാണ്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ നയന എത്തുക. അപ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നയനെ നീ ഇപ്പോൾ ഇറങ്ങി പോരേണ്ടിയിരുന്നില്ല, നീ അവിടെ നിൽക്കുന്നത് തന്നെയായിരുന്നു നല്ലത് എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടാ, അങ്ങനെ നിന്നാൽ പറ്റില്ല, അവിടെ ഞാൻ നിന്നിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ആദർശേൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഏത് സമയവും ആദർശേട്ടനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണെന്ന് പറയാണ്. അല്ലെങ്കിലും ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, ആദർശേട്ടൻ ഇവിടെയുള്ളപ്പം ഞാൻ ഇവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത്, പക്ഷേ നീ ഈ ഒരവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാതിരുന്നതെന്ന് പറയണം. അങ്ങനെ നയന് പറയാം, അതൊന്നും സാരില്ല, ഞാനിവിടെ ആദർശേൻ്റെ ഒപ്പം നിന്നോളാം, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് കുറച്ചധികം ലക്ഷ്യങ്ങളുണ്ട്, ഈ അവസ്ഥയ്ക്ക് കാരണമായവരെ കണ്ടെത്തുക തന്നെ ചെയ്യണം. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയും കുടുംബവും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അവരാരാണെന്ന് എനിക്ക് കണ്ടെത്തണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നന്ദുവുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കിരണും കല്യാണിയുമായിട്ടും ഒക്കെ ചേർന്നാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത് നയനെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അതിനെല്ലാം ഒരു സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് നയനിയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കിരണും കല്യാണിയും കൂടി ആദർശിനെ കാണാൻ വരികയാണ് ചെയ്യുന്നത്. അപ്പം വരുമ്പോഴേ കല്യാണി നയനെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ നയന ഇങ്ങോട്ട് വന്നോ, എന്നിട്ട് ആദർശ് എന്താ ഈ കാര്യമൊന്നും പറയാതിരുന്നത്, അല്ല നയന അനന്തപുരിയിലാണെന്നല്ലേ പറഞ്ഞത്, ഇപ്പം എന്താ നയനെ ഇങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ആദർശ് പറയുക, അതേ നയനയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട്, എനിക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന്, ശ്വാസമുട്ടലൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നയനയ്ക്ക് ഉറക്കം പോലും ഇല്ല, അങ്ങനെ അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നത് അവളെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയാ, ശരിയാ, അത് നല്ല കാര്യം കേട്ടോ, ഇവിടെ നിന്നു സമാധാനത്തോടെ നിൽക്കാമല്ലോ, രണ്ടുപേരും രണ്ട് ദിക്കിലായി കഴിയുമ്പം എന്തായാലും നയനയുടെ മനസ്സിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ആദർശേ, ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നയനയ്ക്ക് സേഫ് എന്ന് പറയാം. അപ്പോൾ കിരൺ പറയാ, നയന ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നേനെ എന്ന് പറയാൻ കേട്ടോ. അപ്പം നയന പറയാം, ഒന്നും വേണ്ട കിരണേട്ടാ, നിങ്ങൾ വന്നല്ലോ, ആദർശേട്ടൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്ക് എപ്പോഴും ഉണ്ട്, അങ്ങനെ ഈ കാര്യത്തിലും ആദർശേട്ടനെ നിങ്ങൾ സഹായിക്കണം എന്ന് പറയാണ്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ആ ജ്വല്ലറിയിൽ ഞങ്ങൾ കയറി പറ്റിയിട്ടുണ്ടെന്ന് പറയാണ്. കൺസ്ട്രക്ഷൻ്റെ പേരിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ പേരിലൊക്കെ ഞങ്ങൾ അവിടെ കയറി പറ്റിയിട്ടുണ്ട്, അവിടെ ആർക്കും ഒരു സംശയവും. അവിടുത്തെ മാനേജറുണ്ടല്ലോ ഡേവിഡ്, അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഡേവിഡാണ് ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യം സത്യം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഓണർ ഡേവിഡാണെന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസ്യതയില്ല. ഡേവിഡ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് അറിഞ്ഞെടുത്ത ഒരു വലിയ ആളൊന്നുമല്ല, അയാൾ ദുബായ് ബേസിൽ ചെറിയ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അയാൾ ഇത്രയും പെട്ടെന്ന് ദുബായിലും കേരളത്തിലും ഒക്കെ ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് ജ്വല്ലറി എന്നൊരു ജ്വല്ലറി ഇടണമെങ്കിൽ അത് പോസിബിളായ കാര്യമല്ലെന്നാണ് ഞാൻ അന്വേഷിച്ച പലരും പറയുന്നത്. അയാളുടെ പ്രൊഫൈലുകളിലും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അറിഞ്ഞോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ആദർശം പറയാം, ശരിയാ, കൂടുതൽ കാര്യങ്ങൾ അറിയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡേവിഡ് തന്നെ ആവില്ല ജ്വല്ലറിക്ക് പിന്നിൽ, കാരണം ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനും അതുപോലെ ബിസിനസ് തകർക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെടുവിച്ച ഏതോ ഒരു ശത്രു തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ആദർശ് വിഷമിക്കേണ്ട, നമുക്കത് കണ്ട് പിടിക്കാമെന്ന് പറയാണ്. അപ്പോൾ നയന പറയാം, ആദർശേട്ടനോട് മുത്തശ്ശന് നല്ല ദേഷ്യമാണ്, മുത്തശ്ശൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആദർശേട്ടനോട് പെരുമാറാറുള്ളതല്ല, ഇതിപ്പം അബിക്കും അപ്പച്ചിക്കും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ആദർശേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ കല്യാണി പറയാം, അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട നയനിയെന്ന് പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യങ്ങളും ഇതിന് പിന്നിലുള്ളവരെയൊക്കെ ആദർശേട്ടൻ കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴേക്കും മുത്തശ്ശൻ വീണ്ടും ആദർശേട്ടനെ സ്വീകരിക്കും. അങ്ങനെ ഒരു തെറ്റ് പറ്റിയപ്പം മുത്തശ്ശന് വിമർശിക്കാതിരിക്കാൻ പറ്റുമെന്ന് പറയാം.
അപ്പം നയനയും പറയാ ശരിയാ, പക്ഷേ എനിക്കതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റിയില്ല. തെറ്റ് ചെയ്ത അബി ഒരു കുഴപ്പമില്ലാതെ നടക്കുമ്പം നവ്യേച്ചി ആദർശേട്ടനെ പിന്നെയും പിന്നെയും കുറ്റം പറഞ്ഞപ്പം എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാലോ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചതാ. അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനതൊന്നും വിളിച്ചു പറയാഞ്ഞെന്ന് പറയാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പം ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നന്ദൂരിയെ വിളിച്ചും സഹായി അഭ്യർത്ഥിച്ചിരുന്നു. ഗ്രീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് മുംബൈ പോലീസിൽ നിന്ന് കുറേയധികം വിവരങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് വിളിക്കുമ്പോഴേക്കും അവർ അധികം സഹകരിക്കുന്നൊന്നുമില്ല. കാരണം അവരെയൊക്കെ ജ്വല്ലറി വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നന്ദു ആ ഒരു പോലീസുകാരനോട് പറയുന്നുണ്ട്, മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അവരോട് CCTV വിഷ്വൽസിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവരെന്തോ സഹായിക്കാൻ തയ്യാറല്ലാത്തതുപോലെ തോന്നുന്നെന്ന് പറയാം. അപ്പോൾ ആ പോലീസുകാരൻ പറയാം, മുംബൈയൊക്കെ അല്ലേ, അവിടെ എന്തും വിലക്കെടുക്കാം. അങ്ങനെ ഈ ജ്വല്ലറിക്കാരെ അവരെ വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷ്വൽസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാനേ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഏതായാലും സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ ഇതിന് നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ നന്ദു എന്നെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്ന് അവിടെ ആ ഹോട്ടലിൽ ഒരു ഡീൽ നടന്നപ്പോൾ നിങ്ങളുടെ ഒരു സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആദർശിന് ഒരു ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തിരുന്നു. ഞങ്ങൾ അവിടുത്തെ CCTV വിഷ്വൽസ് ഒന്നും ചോദിച്ചിട്ട് ആ ഹോട്ടലുകാർ തരാൻ തയ്യാറായില്ല. നിങ്ങൾ ആ ഹോട്ടൽ നല്ല രീതിയിൽ എല്ലാം ബുക്ക് ചെയ്തതല്ലേ, അപ്പോൾ നിങ്ങൾക്കെങ്കിലും അവർ ആ വിഷ്വൽസ് തരേണ്ടതല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഓഹോ അങ്ങനെ ഒരു കാര്യം നടന്നോ, അങ്ങനെ ഡീല് ജ്വല്ലറിക്കാർക്കാണല്ലോ കിട്ടിയതെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അതത്ര ഫെയർ ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്തോ ഒരു ചതിയിലൂടെയാണ് ഈ ജ്വല്ലറി ആ ഡീല് സ്വന്തമാക്കിയിരിക്കുന്നത്. ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് നല്ല ശത്രുതയിലാണ്. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലൊക്കെ ആണെങ്കിൽ തന്നെ മൂർത്തീസ് ജ്വല്ലറിയും ആദർശിനെയും ഉൾപ്പെടുത്തി കേസ് വരെ കൊടുത്തിരിക്കുകയാണ്. ആദർശിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വരെ ശ്രമിച്ചവരാണ് ഈ ജ്വല്ലറിക്കാർ. ഇവിടെയും അങ്ങനെ ഒരു കളി നടന്ന് കള്ളത്തരത്തിലാണ് അവർ ഈ ഡീല് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നതിനെ കുറിച്ചിട്ട് ആദർശ് ഒരു കംപ്ലൈൻറ്റ് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. ആദർശ് കംപ്ലൈൻറ്റ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ആദർശേട്ടനെതിരെ സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ്. എന്തായാലും നിങ്ങളോട് കംപ്ലൈൻറ്റ് പറയുക തന്നെ ചെയ്യും. കാരണം ഒരു തട്ടിപ്പിലൂടെയാണ് നിങ്ങളുടെ ആ ഡീല് ജ്വല്ലറി നേടിയിരിക്കുന്നത്. ആദർശേട്ടന് നിങ്ങളുടെ സെക്രട്ടറി ആണെന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് ജ്യൂസ് കൊടുക്കുകയും അത് കുടിച്ച് ആദർശേട്ടൻ ഉറങ്ങിപ്പോവുകയും ചെയ്യുമായിരുന്നെന്ന് പറയുകയാണ്. ഈ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ വക്താവ് പറയാണ്, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല. ഇനിയിപ്പം ഞങ്ങളിൽ നിന്ന് ആ ഡീല് ചതിയിലൂടെയാണ് ജ്വല്ലറി നേടിയതെങ്കിൽ ആ ഡീല് ഞങ്ങൾ അവസാനിപ്പിക്കും. അതെന്തെങ്കിലും ഫ്രോഡിലൈൻ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഡീല് നടത്താനായിരുന്നു താല്പര്യം. കാരണം പാരമ്പര്യവും പരിശുദ്ധിയും ഒക്കെ ഉള്ള സ്വർണം മൂർത്തീസ് ജ്വല്ലറിയിലാണുള്ളത്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു ജ്വല്ലറിയുമായിട്ട് ഡീല് നടത്താൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ വന്ന് ഇത്രയും നല്ല ജ്വല്ലറികളെ വിളിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തതും അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് ജ്വല്ലറി ഈ ഡീല് തട്ടിയെടുത്തതാണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ടെന്ന് പറയാണ്. ഞങ്ങൾ കേരള പോലീസിൽ നിന്നാണ്, പക്ഷേ മുംബൈ പോലീസ് ഞങ്ങൾക്ക് ഈ സഹകരിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. ഈ CCTV വിഷ്വൽസ് നേടിയെടുക്കുന്നതിനും അങ്ങനെ ഒരു കാര്യത്തിനുമായിട്ട് അവർ സഹകരിക്കുന്നില്ല. അവരെ വിലക്കെടുത്തിരിക്കുകയാണ് ഈ ജ്വല്ലറി എന്ന് നന്ദു പറയുമ്പം അവർ പറയാണ്, അങ്ങനെയായാൽ പറ്റില്ലല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണം. ശരിക്കും മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഡീലിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ സമയത്ത് ആദർശ് എത്താത്ത പക്ഷം പിന്നെ അതിന് അടുത്ത് നിൽക്കുന്ന ജ്വല്ലറിക്ക് തന്നെ ഡീല് കൊടുക്കുക എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നടക്കേണ്ട കാര്യം. അല്ല, അത് തന്നെയായിരുന്നു ഫെയറും. അതാണ് ഞങ്ങൾ അങ്ങനെ നടത്തിയത്. പക്ഷേ ഇനിയും ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാകാം. ഇതൊരു ചതിയിലൂടെ അവർ നേടിയതാണെങ്കിൽ ആ ചതി ഞങ്ങളിലേക്കും അവർ പ്രയോഗിക്കില്ലേ, ഞങ്ങൾക്ക് ആ ഡീല് റദ്ദ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ആ ഹോട്ടലുകാരുമായിട്ട് അന്വേഷിച്ച് ആ CCTV വിഷ്വൽസ് ഞങ്ങൾക്ക് തരണം. അതിൽ നിന്ന് ആ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടി ചതിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ആ പെൺകുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ കളിച്ചവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറയണം. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടേതായ വഴിക്ക് ഞങ്ങൾ ആ ഹോട്ടലുകാരുമായിട്ട് സംസാരിച്ച് അത് തരാൻ വേണ്ടി ശ്രമിക്കാമെന്ന് പറയാണ്. അങ്ങനെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ ആളുകൾ ആ ഹോട്ടലിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഹോട്ടലുകാർക്ക് നല്ല റെസ്പെക്റ്റൊക്കെയാണ്. കാരണം അതുപോലെ കോടികൾ കൊടുത്താണ് ആ ഹോട്ടൽ ബുക്ക് ചെയ്തതും എല്ലാം. അങ്ങനെ ഹോട്ടലിൻ്റെ MDയെ വിളിച്ച് അവർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പോലീസുമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിലും പോലീസ് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിലും ആ CCTV വിഷ്വൽസ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറയാണ്. അപ്പോൾ MD തന്നെ പറയാണ്, അതിനെന്താ സാർ, ഞങ്ങൾ തരാമല്ലോ, നിങ്ങളുടെ ഒരുപാട് ബിസിനസ് മീറ്റ്സ്
ഒക്കെ ഞങ്ങളുടെ ഇവിടെ വെച്ചല്ലേ നടക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിനെ വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ആ CCTV വിഷ്വൽസ് അന്നത്തെ തരാമെന്ന് പറയണം. അന്നത്തെ മുഴുവൻ CCTV വിഷ്വൽസും സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അവരതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഈ ഗ്രീനയാണ്. ഗ്രീന എന്ന പെൺകുട്ടി AN ജ്വല്ലറിയുടെ MD ആയ ഡേവിഡിനോടൊപ്പം വരുന്നതാണ് കാണുന്നത്. അങ്ങനെ ഡേവിഡുമായിട്ട് വരികയും രഹസ്യമായി ഡേവിഡിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പെൺകുട്ടി അവിടെ വന്ന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോലെ യൂണിഫോം ധരിക്കുകയും അതിനുശേഷം വരികയും ചെയ്യാണ്. റൂം ബോയ് ജ്യൂസുമായിട്ട് വരികയാണ് ആദർശനായിട്ടുള്ള. ആ ജ്യൂസ് ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടി വാങ്ങുകയും റൂം ബോയ്ക്ക് കുറച്ച് പണം കൊടുത്ത് വിടുകയും ചെയ്യാണ്. അതിനുശേഷം ഈ ജ്യൂസിൽ എന്തോ പൊടി കലക്കി ഇളക്കിയതിന് ശേഷം വന്ന് ആദർശിനോട് സംസാരിക്കുകയും ആദർശിനത് കൊടുക്കുകയും ചെയ്യുന്ന കാണുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് മയങ്ങിപ്പോയതിന് ശേഷം പുറത്തിറങ്ങുന്ന ഗ്രീന വീണ്ടും ഡേവിഡുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഡേവിഡുമായിട്ട് സംസാരിച്ച് കുറേ പണമൊക്കെ വാങ്ങിയതിന് ശേഷം അവിടുന്ന് തടി തപ്പുകയും ചെയ്യാണ്. ഇതൊക്കെ പല വിഷ്വൽസിലായിട്ട് അവർ കാണുകയാണ്. അപ്പോൾ മനസ്സിലാകുകയാണ് കേട്ടോ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർക്ക് ഇതിൻ്റെ അകത്ത് തട്ടിപ്പുണ്ട് എന്നുള്ള കാര്യം. അവർ നേരെ നന്ദുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ആ വിഷ്വൽസ് ഞങ്ങൾ അയച്ചിട്ടുണ്ട്, മേഡം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം, ആ ഗ്രീനയെ കണ്ടെത്തണം. ഗ്രീനയ്ക്ക് പിന്നിൽ AN ജ്വല്ലറിയുടെ MD ഡേവിഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗ്രീനയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട തെളിവാകുകയുള്ളൂ. അങ്ങനെ AN ജ്വല്ലറിക്കാർ ചതിച്ചതാണെങ്കിൽ ഈ ഡീൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിന് ആ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ നന്ദുവിനും തെളിവ് കിട്ടുകയാണ്. അന്നൊന്ന് നന്ദു ഗ്രീനെ അന്വേഷിക്കുകയാണ് കേട്ടോ. ഗ്രീനെക്കുറിച്ചുള്ള വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് നന്ദു. അങ്ങനെ സോഷ്യൽ മീഡിയ ഗ്രീനെക്കുറിച്ചിട്ടുള്ള വിഷ്വൽസ് എല്ലാം ചെന്ന് കഴിയുമ്പോൾ തന്നെ പലരും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ഗ്രീനയുടെ വീട്ടിലെത്തുകയാണ് നന്ദു. അങ്ങനെ ഗ്രീന ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ്. അപ്പം നന്ദു എത്തുന്നത് അറിയുമ്പോൾ തന്നെ ഗ്രീന ആകെ മൊത്തം വിറച്ച് പേടിച്ച് നിൽക്കുകയാണ്. അപ്പം നന്ദു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗ്രീനയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, മേഡം വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ AN ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫാണ്, ഒരു സാധാരണ സ്റ്റാഫാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യത്തിനായിട്ട് ഡേവിഡ് സാറ് എന്നെ സമീപിച്ചത്. കുറച്ചധികം പണം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊരു വലിയ ഡീല് കളയാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ജ്യൂസ് കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അത് കുടിപ്പിക്കണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ആ കാര്യം ഞാൻ ചെയ്യുകയും ചെയ്തു. എനിക്കതിനുള്ള പണം കിട്ടുകയും ചെയ്തു. എൻ്റെ വീടിൻ്റെ അവസ്ഥയൊക്കെ മേഡം കണ്ടില്ലേ. ഈ വീട് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യം ചെയ്തത്. തെറ്റാണെന്ന് അതിനൊക്കെ ശേഷമാണ് മനസ്സിലായത്. ഈ ഡീലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് ശേഷമാണ് മനസ്സിലായത്. ഞാൻ ചെയ്തത് ചതിയായിപ്പോയി. ഇപ്പോൾ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെ കുറ്റബോധം ഉണ്ടെങ്കിൽ നീ വന്ന് കോടതിയിൽ മൊഴി പറയുമെന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രീന പറയുന്നുണ്ട്, ഞാൻ എവിടെ വേണേലും വന്ന് മൊഴി പറയാം. കാരണം ഇപ്പോൾ AN ജ്വല്ലറിക്കാർ എന്നെ അവിടുത്തെ ജോലിയിൽ നിന്ന് വരെ പിരിച്ചുവിട്ടു. കാരണം എന്നെ മേഡം ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ജ്വല്ലറിയിലെത്തി അതുവഴി പലതും കണ്ടെത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് എൻ്റെ ജോലി വരെ എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഗ്രീന പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഡേവിഡിനെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഗ്രീനയ്ക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ഡേവിഡാണ് AN ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യവും ഡേവിഡാണ് തന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞതെന്ന് മാത്രമേ ആ ഗ്രീനയ്ക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നാഗേന്ദ്രയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഗ്രീനയ്ക്ക് അറിയാനേ പറ്റുന്നില്ല. അതേസമയം കിരണും കല്യാണിയും കൺസ്ട്രക്ഷൻ്റെ പേരിൽ AN ജ്വല്ലറിയിൽ കയറി കൂടിയിരിക്കുക. ആ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് കാണുകയാണ് കിരണിനെ കേട്ടോ. നേരത്തെ തന്നെ ഒരു നിവൃത്തിയില്ലായിരുന്ന സമയത്ത് കിരണിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയും ജോലി കൊടുക്കുകയും കിരൺ അവരെ സഹായിക്കുകയും ഒരു വീട് വെച്ച് കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയായിരുന്നു. അതിനുശേഷമാണ് അയാൾക്ക് AN ജ്വല്ലറിയിൽ ജോലി ലഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം കിരണിനെ കാണുമ്പം അയാൾ ഓടി വരികയാണ്. കിരൺ സാറേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കിരൺ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആഹാ ഇതാരാ രാജേഷാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ സാറിൻ്റെ ഇപ്പോൾ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ഞങ്ങളിവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ വർക്കൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനാണ് ഞാനും കല്യാണിയും കൂടെ ഇവിടെ വന്നത്. രാജേഷ് ഇപ്പം ഇവിടെയാണോ ജോലി എന്ന് ചോദിക്കുക. അതെ സാറേ, അധികം നാളായില്ല ഈ ജ്വല്ലറി ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്തപ്പോഴേ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ കുടുംബം നോക്കി പോകാൻ അത്യാവശ്യം ഒരു വരുമാനമുണ്ട് സാറേ. പക്ഷേ അന്ന് സാറ് ചെയ്ത ആ സഹായങ്ങളൊന്നും ഞാൻ മറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യാതെ നിലനിൽക്കുന്നത്. അന്ന് സാറ് കെട്ടിത്തന്ന ആ വീടുണ്ടല്ലോ, ആ വീട്ടിലാണ് ഞങ്ങൾ ഇന്നും ഉറങ്ങുന്നത്. അതിൻ്റെ നന്ദി എന്നും എനിക്കുണ്ട് സാറേ എന്ന് പറയാണ് കേട്ടോ. ഇവിടുത്തെ വർക്കിനെ കുറിച്ചിട്ടൊക്കെ അയാൾ ചോദിക്കുമ്പോൾ കിരൺ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ജോലിയെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ പറയാണ്, നല്ല ജോലിയൊക്കെയാണ്, പക്ഷേ ഈ കമ്പനിയെക്കുറിച്ച് എനിക്കത്ര മതിപ്പൊന്നുമില്ല സാറേ. പിന്നെ ജീവിച്ച് പോകണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുക. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, അതെന്താ ഈ കമ്പനിയെക്കുറിച്ച് അത്ര മതിപ്പൊന്നുമില്ലയെന്ന് താൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, ഇവിടുത്തെ MD ഉണ്ടല്ലോ ആ ഡേവിഡ്, അയാൾ ആളൊരു തരികടയാണ്. ഈ കമ്പനി ഇനി എത്ര നാളും കൂടി ഇങ്ങനെ കാണുമെന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അതെന്താ MDയെക്കുറിച്ച് ഇത്രയധികം പരാതി, അയാൾ തരികിടയാണെന്ന് എങ്ങനെ രാജേഷിനറിയാം എന്ന് ചോദിക്കുക.
അല്ല സാറേ, ഞാനുള്ള കാര്യം പറയാം. എൻ്റെ പണി പോയാലും സാറിനോട് ഞാൻ സത്യം പറയും. ഈ ഡേവിഡ് എന്ന് പറയുന്ന ആൾ അത്ര ശരിയല്ല. ഒരു ദിവസം ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം അല്ല ഈ കമ്പനിയുടെ MD എന്നും യഥാർത്ഥ ഉടമസ്ഥൻ വേറൊരാളാണെന്നുമാണ് പറയുന്നത് കേട്ടത്. അയാളെ കൂടെ ചതിച്ചിട്ട് ഇതൊക്കെ നേടണമെന്നാണ് ഇപ്പം ഈ പറഞ്ഞ ഡേവിഡിൻ്റെ ആഗ്രഹം. പിന്നെ വേറൊരു രസം കേൾക്കണോ? ഈ പറയുന്ന ഓണറില്ലേ നാഗേന്ദ്ര, അപ്പോഴേക്കും കിരൺ ചോദിക്കുക, നാഗേന്ദ്രയോ? ആ, നാഗേന്ദ്ര ദുബായിലാണ് അയാൾ ദുബായിൽ ആരെയൊക്കെയോ ചതിച്ച് നേടിയതാണ് ഇതൊക്കെ. അത് ചതിച്ച് നേടാനാണ് ഇനി ഈ ഡേവിഡ് ഇരിക്കുന്നത്. അങ്ങനെ ചതിയും വഞ്ചനയും ഒക്കെയാണ് സാറേ. അല്ലെങ്കിലും വലിയ വലിയ പണക്കാർക്കിടയിൽ ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നത്. അവസാനം എല്ലാം തീരെയല്ലേ സാറേ, മനുഷ്യൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാജേഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഡേവിഡ് എന്ത് സംസാരിച്ചെന്നാ, അതും കൂടി ഒന്ന് പറയുമോ? കേൾക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പറയുന്നതെന്ന് പറയാ. അപ്പോൾ പറയുന്നുണ്ട്, അത് ഈ ഡേവിഡ് സാറ് വേറൊരാളോട് പറയുന്നുണ്ട്, ആ നാഗേന്ദ്ര ഉണ്ടല്ലോ, അയാൾ ഈ സാമ്രാജ്യം എല്ലാം വെട്ടിപ്പിടിച്ചിട്ട് ഒരു ബിനാമിയാക്കി MD ആക്കി ഇവിടെ ഇരുത്തിയിരിക്കുക. ഇപ്പോഴും ഈ മൂർത്തീസ് ജ്വല്ലറിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഗേന്ദ്ര ചെയ്യുന്നത്. അങ്ങനെ ചതിച്ച് അയച്ച് ഓരോന്ന് നേടുകയല്ലേ, നേടുന്നതെല്ലാം അവസാനം ഞാൻ തന്നെ കൊണ്ടുപോകും. അയാളെ ഞാൻ ഇല്ലാതാക്കും. അയാൾ ദുബായിലെ ആ ബിസിനസ്മാനെ ഇല്ലാതാക്കിയ പോലെ, അയാളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയതുപോലെ ഞാനും നാഗേന്ദ്ര ഇല്ലാതാക്കും എന്ന് പറയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, ആഹാ, അപ്പം നാഗേന്ദ്ര എന്ന് പറയുന്ന ആൾ അവിടെ ദുബായിലുള്ള ബിസിനസ്മാനെ ഇല്ലാതാക്കിയതിന് ശേഷമായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയാം. പിന്നെ അല്ലാതെ എങ്ങനെ സാറേ പെട്ടെന്ന് ഈ നാഗേന്ദ്രയ്ക്ക് പണം ഉണ്ടാകുന്നത്? നാഗേന്ദ്രയ്ക്ക് ഒരു ഗതിയുമില്ലാതെ ദുബായിൽ ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടെ ചെന്ന് അവിടുത്തെ ഒരു സ്വർണ്ണക്കടക്കാരനുമായി പരിചയപ്പെട്ടു. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി. അയാളുടെ എല്ലാമായിട്ട് അയാളുടെ GM ആയിട്ട് വരെ ഈ നാഗേന്ദ്രയെ വെച്ചു. അതിനുശേഷം അയാളെ കള്ളക്കേസിൽ കുടുക്കി ചതിച്ച് കള്ള സ്വർണം വിറ്റ് ഇല്ലാതാക്കി. അവസാനം അയാൾ കേസിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്തു. അയാളുടെ കുടുംബം കൂടി ഇല്ലാതാക്കിയിട്ടാണ് ആ സ്വത്ത് മുഴുവൻ ഈ നാഗേന്ദ്ര സ്വന്തമാക്കിയതും ദുബായിലും കേരളത്തിലുമായിട്ട് ഇതുപോലെ ബിസിനസ് വ്യാപിപ്പിച്ചതും. അതിനി സ്വന്തമാക്കാനിരിക്കുകയാണ് ഈ ഡേവിഡ് എന്ന് പറയുന്ന ബിനാമി. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ നാഗേന്ദ്ര എന്ന് പറയുന്ന ആളെ ഒളിച്ചിരിക്കുന്നത് മറ്റാരെയോ ഭയന്നിട്ടാണ്. ഡേവിഡിനെ ഒരു ബിനാമിയാക്കി വെച്ചിരിക്കുന്നതും അതുകൊണ്ടാണെന്ന് പറയാണ് ഈ രാജേഷ്. അപ്പോൾ കിരണിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകണം. കിരണ് ഉടനെ തന്നെ ആദർശിനെ ചെന്ന് കണ്ടിട്ട് പറയാണ്, ആദർശേ ഒരു കാര്യം അറിഞ്ഞോ, ഈ ഡേവിഡ് അല്ല AN ജ്വല്ലറിയുടെ MD നാഗേന്ദ്ര എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ആ പേര് കേൾക്കുമ്പോൾ ആദർശ് പറയാം, നാഗേന്ദ്ര അതെ, ദുബായിലാണ്, ഒരു പണക്കാരനൊന്നും അല്ലായിരുന്നു. എവിടെയോ ഒരു ജ്വല്ലറിയിൽ ജോലിക്ക് കയറി അവിടുത്തെ സ്വർണം മുഴുവൻ തട്ടിയെടുത്ത് അവരെയെല്ലാം ഇല്ലാതാക്കിയതിന് ശേഷം ആ സാമ്രാജ്യം പിടിച്ചെടുത്താണ് ദുബായിലും കേരളത്തിലും ഒക്കെ ഈ സാമ്രാജ്യങ്ങൾ അയാളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ ചതിച്ച് ഇതെല്ലാം നേടാൻ നോക്കിയിരിക്കുകയാണ് അയാളുടെ ബിനാമി ഡേവിഡ്. ഇതൊക്കെ എന്നോട് അവിടെ ഒരു സ്റ്റാഫ് പറഞ്ഞാണെന്ന് പറയാം. അപ്പം ആദർശ് പിന്നെ ആലോചിക്കുക, നാഗേന്ദ്ര, അത് കിരണേ, നാഗേന്ദ്ര, ആ അങ്ങനെ വരട്ടെ, അതാണ് നാഗേന്ദ്ര എൻ്റെ അപ്പച്ചിയുടെ ഭർത്താവാണ്. അയാളെയാണ് മുത്തശ്ശൻ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. നമ്മുടെ ജ്വല്ലറിയിലെ കള്ളത്തരങ്ങൾ കാണിച്ചപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അബിയുടെ അച്ഛനാണ് നാഗേന്ദ്ര. പിന്നെ ഇങ്ങനെ ശരിയാവും എന്ന് കിരൺ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ ചെന്ന് മറ്റാരെയോ ചതിച്ചാൽ ഇതൊക്കെ നേടിയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ ആദർശ് പറയാം, എന്നാൽ പിന്നെ ഇതിലൊന്നും സംശയമില്ല, അങ്ങനെ നേടിയെടുത്തതല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും മൂർത്തീസ് ജ്വല്ലറിയും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവൻ തന്നെയായിരിക്കും എന്ന് പറയാണ്. ഈ വിവരം ഞാൻ മുത്തശ്ശനെ അറിയിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറയാണ് നാഗേന്ദ്രയുടെ കാര്യം. അപ്പോൾ മുത്തശ്ശൻ കേട്ട പാടെ നാഗേന്ദ്രയുടെ അടുത്തേക്ക് പോകാനായിട്ട് നേരെ ആദർശിൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ നയന ആ മുത്തശ്ശനെ കാണുമ്പോൾ നയനയ്ക്ക് സന്തോഷമാവുകയാണ്. നയന പറയാണ്, മുത്തശ്ശ എന്താ മുത്തശ്ശ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ പറയാം, അല്ല മോളെ, ആദർശിനെ ഒന്ന് കാണാനാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് പറയാം. അപ്പം നയന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് ആദർശനോട് ദേഷ്യമായിരുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടേ, അത് ദേഷ്യം അതൊക്കെ എൻ്റെ ഒരു അഭിനയമായിരുന്നു. പിന്നെ ആദർശ് ചെയ്ത സെറ്റിന് ഒരു ചെറിയ ശിക്ഷയെങ്കിലും കൊടുക്കണ്ടേ. പിന്നെ അതുകൊണ്ടല്ലേ ഇപ്പോൾ കള്ളത്തരങ്ങളെല്ലാം തെളിഞ്ഞത്, നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്താൻ പറ്റിയത് എന്നൊക്കെ മുത്തശ്ശൻ പറയാം. അപ്പോൾ ആദർശൻ നയനോട് പറയുന്നുണ്ട്, നയനെ ഞങ്ങളിപ്പോൾ വരാം, ഒരു പ്രധാന കാര്യത്തിനായിട്ട് ഞാനും മുത്തശ്ശനും പോവുക, നീ അകത്ത് കയറിയിരുന്നോളാം പറയാം. അതിനുശേഷം മുത്തശ്ശനുമായിട്ട് ആദർശ് പോവാണ്. അതേസമയം നന്ദുവും വരുന്നുണ്ട് കൂടെ കേട്ടോ. അങ്ങനെ മുത്തശ്ശനും ആദർശും കിരണും കല്യാണിയും നന്ദുവും കൂടി ചെല്ലുവാണ് കേട്ടോ നമ്മുടെ നാഗേന്ദ്രയുടെ ഓഫീസിലേക്ക്. അവിടെ ചെന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ അവന്തികയുണ്ട്. അവന്തിക ഞെട്ടിപ്പോവാണ് ഇവരെല്ലാം കണ്ട്. ഇവർ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞോന്നോർത്ത് അവന്തിക ആകെപ്പാടെ പേടിച്ച് പോവാ. അങ്ങനെ അകത്തേക്ക് അവർ കയറി ചെല്ലുകയും അവന്തിക ചാടി എണീക്കുകയും നാഗേന്ദ്ര എണീക്കുക. ചെല്ലുന്ന പാടെ അവന്തിക അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പം നന്ദു അവന്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങോട്ടാടി പോകുന്നത്, ആൾമാറാട്ടം നടത്തിയും ആളുകളെ ചതിച്ചുമല്ലേ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നീയും നിൻ്റെ അച്ഛനും കൂടി എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ചെയ്തു കൂട്ടിയത് എന്ന് പറയാം.
അങ്ങനെ അവന്തിക അവിടെ പിടിച്ചു നിർത്തുകയാണ്. മുത്തശ്ശനാണെങ്കിൽ നാഗേന്ദ്രയുടെ കുത്തിന് പിടിക്കുക. എന്നിട്ട് ചോദിക്കുക, എടാ നീ ആയിരുന്നപ്പം ഈ കളികൾക്കൊക്കെ പിന്നിൽ ഞങ്ങളുടെ മൂർത്തീസ് ജ്വല്ലറിയെ ഇല്ലാതാക്കാൻ വേണ്ടി നീ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നല്ലേ? മൂർത്തീസ് ജ്വല്ലറിയിലെ കള്ളത്തരം കാണിച്ചതിനാണ് നിന്നെ ഞാൻ പുറത്താക്കിയത്. അത് തന്നെ നീ ചെന്ന ദുബായിലും കാണിച്ചില്ലേ? അവിടെ ഒരു തൻ്റെ കുടുംബം കുളം തോണ്ടിയിട്ടല്ലേ നീ ഇതെല്ലാം സ്വന്തമാക്കിയത്? എന്നിട്ട് വീണ്ടും എന്നോട് കളിക്കാൻ വരുന്നോ? ഈ മൂർത്തിയോട്, അതും എൻ്റെ കുടുംബത്തിൽ കളിക്കാൻ? അതുപോലെ നീ ഇങ്ങനെ ഒളിച്ചു നിന്ന് കളിക്കാതെ നിനക്ക് എൻ്റെ നേരെ വന്ന് കളിച്ചുകൂടായിരുന്നോടാ? മൂർത്തിയുടെ നേരെ വന്ന് കളിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോടാ? എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രയെ കുത്തിപ്പിടിക്കാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അതിനുശേഷം മുത്തശ്ശൻ അവന്തികയോട് പറയുന്നുണ്ട്, നീ എല്ലായിടത്തും നല്ല കുഞ്ഞു ചമഞ്ഞ് നിന്ന് ചതിക്കുകയായിരുന്നല്ലേ കുടുംബത്തിൽ? അതെങ്ങനെയാ ജലജയുടെയും ഇവൻ്റെയും വിത്തല്ലേ നീയും ഇത് തന്നെ കാണിക്കോളെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഏതായാലും ഇനിയിപ്പം നമുക്ക് നേരെ നിന്ന് കളിക്കാം. നിങ്ങളുടെ ഡീൽ ഏതായാലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി അതങ്ങ് റദ്ദാക്കി. അതിന് പകരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ ഡീല്, ആദ്യത്തെ AM ജ്വല്ലറിയുടെ തകർച്ച. ഇനി അങ്ങോട്ട് നീ ഇല്ലാതാകും എന്ന് മുത്തശ്ശൻ പറയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.